നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ഈ അടുത്ത സമയത്ത് അവരുടെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ ഏറ്റവും അടുത്തൊരു കസിനോ ബന്ധുവോ ആരെങ്കിലും ആവട്ടെ, അവരോട് നിങ്ങളെപ്പറ്റി എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. ആരോടെങ്കിലും ഡിസ്കസ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയണമല്ലോ അല്ലേ. 9 ഓഫ് വാൻഡ്സ്, ഓക്കെ. കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ക്വീൻ ഓഫ് കപ്സ്, 3 ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ചാരിയറ്റ്, 6 ഓഫ് പെൻറ്റക്കിൾസ്. കൂടുതലായും അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ തടസ്സമായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നത് സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങളാണ് എന്നാണ് അവർ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അവർ ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, തടസ്സങ്ങൾ ഫീൽ ചെയ്യുന്നു. വിചാരിച്ച ലെവലിൽ അവരുടെ ബിസിനസ്സോ പാർട്ട്ണർഷിപ്പോ മുന്നോട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ സമ്പാദ്യം വേണ്ടത്ര രീതിയിൽ കയ്യിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത് കരിയർ ഒന്ന് സെറ്റാക്കണം. അതിന് ശേഷമേ നിങ്ങൾ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ അവർക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അത് ഇവർക്ക് മാനസികമായിട്ട് വളരെ സങ്കടം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് അവരുടെ സുഹൃത്തിനോട് പറയുന്നത് കേട്ടോ. കാരണം നിങ്ങളെയും കൂടി സംരക്ഷിക്കേണ്ടുന്നത് അവരുടെ ആവശ്യമാണ്. അതുമാത്രമല്ല അവരുടെ മറ്റ് കുടുംബാംഗങ്ങളുണ്ട്, അവരുടെ മാതാപിതാക്കളാവട്ടെ ആരും ആവട്ടെ, അവരുടെ സംരക്ഷണയും ഇവരുടെ ചുമതലയാണ്. അപ്പോൾ അതിനും കൂടി വേണ്ടി അവർ വർക്ക് ചെയ്തേ മതിയാകൂ. അവർ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് അവരുടെ സുഹൃത്തിനോട് പറയുന്നത്. അതിനുശേഷം ഒരു കരിയറിലൊന്ന് സെറ്റായതിനു ശേഷം നിങ്ങൾക്കൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് തന്നെയാണ് അവരുടെ സുഹൃത്തിനോട് പറയുന്നത് കേട്ടോ. 7 ഓഫ് സ്പോർട്സ്, അതുവരെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഇവർ ദൂരെ ആയിരിക്കാം, ജോലി സംബന്ധമായിട്ട് ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം. അതുവരെയും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഒന്ന് അന്വേഷിച്ച് പറയണം എന്നവർ അവരുടെ സുഹൃത്തിൻ്റെ അടുത്ത് പറയുന്നതായിട്ടാണ് കാണുന്നത്. ഒന്ന് ഇടയ്ക്കൊന്ന് വിളിച്ചന്വേഷിക്കണം, അല്ലെങ്കിൽ പോയി ഒന്ന് അന്വേഷിക്കണം. അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്തു കൊടുക്കണം എന്നുള്ള രീതിയിൽ അവരുടെ ഫ്രണ്ടിനോട് പറയല്ലേ, ബന്ധുവായിരിക്കും ആരുമായിരിക്കും അവരോട് പറയുന്നതായിട്ട് കാണുന്നു. നിങ്ങളെ ഒരുപാട് സ്നേഹമാണ്, കരുതലാണ് എന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ അവരുടെ സുഹൃത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. വളരെ കെയർ കൊടുത്ത് നിങ്ങളെ നോക്കിക്കൊള്ളണം എന്ന് അവർ പറയുന്നുണ്ട്. അതുമാത്രമല്ല നിങ്ങളെ അറിയിക്കണം എന്നും പറയുന്നുണ്ട്. എന്താണ് ആ സുഹൃത്ത് നിങ്ങളോട് വന്ന് പറയേണ്ടുന്നത്? അവർ കോണ്ടാക്റ്റ് ചെയ്തോളാം നിങ്ങളെ. എന്തെങ്കിലും രീതിയിൽ കോളോ മെസ്സേജോ എന്ത് രീതിയിലാണോ അവർക്ക് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് അവർ കോണ്ടാക്റ്റ് ചെയ്തോളാം എന്നും അവരുടെ സുഹൃത്ത് വഴി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അതാണ് അവരുടെ സുഹൃത്തിനോട് പറഞ്ഞിരിക്കുന്നത്.